സോ ബിഗ് ബോസ് മലയാളം സീസൺ 8 സെലിബ്രിറ്റി കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ് വരുന്നതെന്നറിയാൻ പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഓൾറെഡി പ്രഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള മേഖലയിൽ നിന്നുള്ള പല കണ്ടസ്റ്റൻസിന്റെ പ്രഡിക്ഷൻ ലിസ്റ്റുകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് നമ്മൾ ആർട്ടിസ്റ്റ് മേഖലയിൽ നിന്ന്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, കോൺട്രാവേഴ്സി താരങ്ങള്, സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് മേഖലയിൽ നിന്ന്, അങ്ങനെ നിരവധി മേഖലയിൽ നിന്നുള്ള നിരവധി വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരുടെ പ്രഡിക്ഷൻ ലിസ്റ്റുകളാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഇൻ ബിറ്റ്വീൻ സാധാരണക്കാരായിട്ട് പ്രേക്ഷകർക്ക് പങ്കെടുക്കാനുള്ള കോമണേഴ്സ് എൻട്രി, നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് എൻട്രി മൈജി കൊണ്ടുവന്നിരിക്കുന്നത് കഴിയുകയാണ്. അപ്പൊ താല്പര്യമുള്ളവരൊക്കെ അപ്ലൈ ചെയ്ത് കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. സോ ആർക്കെങ്കിലും ഒക്കെ കോൾ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ നമുക്ക് നേരിട്ട് പ്രഡിക്ഷൻ ലിസ്റ്റുകളിലേക്ക് തന്നെ പോകാം. ആദ്യം തന്നെ നമ്മുടെ കഴിഞ്ഞ സീസൺ മുതൽ, അല്ലെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സീസണ് മുന്നേ ഒരു ചെറിയ മൈലാഞ്ചി ഇട്ട് എയറിലേക്ക് കയറിയ ഒരാളാണ് ആയിട്ടുള്ള RJ അഞ്ജലി. റേഡിയോ ജോക്കിയാണ്, അതുപോലെ തന്നെ കണ്ടന്റ് ക്രിയേറ്റർ ആണ്. കഴിഞ്ഞ സീസണിന്റെ സമയത്താണ് ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്ത് എയറിലേക്ക് എത്തിയത്. അപ്പൊ കഴിഞ്ഞ സീസണിൽ നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റിൽ അഞ്ജലിയുടെ പേര് പറയുന്നുണ്ടായിരുന്നു. എന്താണെങ്കിലും ഈ ഒരു സീസണിലും അഞ്ജലിക്ക് സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കത്തില്ല. അടുത്തത് നമ്മുടെ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ യൂട്യൂബർ, വ്ളോഗർ ഒക്കെ ആയിട്ടുള്ള കടൽ മച്ചാൻ എന്നറിയപ്പെടുന്ന വ്യക്തിയുടെ അമ്മയായിട്ടുള്ള സന്ധ്യയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആൾ ഓൾറെഡി കോമഡി കുക്ക്, ഏഷ്യാനെറ്റിന്റെ തന്നെ കോമഡി കുക്ക് എന്ന പ്രോഗ്രാമിൽ പാർട്ടിസിപ്പന്റ് ആണ്. സോ ഈ ഒരു വ്യക്തിക്കും ബിഗ് ബോസ് മലയാളത്തിൽ നിന്ന് കോൾ എത്താനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഫോട്ടോയും കാര്യങ്ങളും ഞാൻ ഓൾറെഡി കാണിക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. മുൻ സീസണുകളിലൊക്കെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ കണ്ടിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഒരു യങ് ആക്ടർ ആയിട്ടുള്ള നമ്മുടെ ദൃശ്യൻ ഫെയിം റോഷൻ ബഷീർ ആണ്. കഴിഞ്ഞ സീസണിലും അതിന് മുന്നിലത്തെ സീസണുകളിലും എല്ലാം റോഷന്റെ പേര് പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിരുന്നു, സീസണിലേക്ക് ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ്. സോ ഈ ഒരു സീസണിൽ നമ്മൾ റോഷനെ വെറുതെ വിടുന്നില്ല. റോഷൻ ബഷീറും ഈ ഒരു സീസണിന്റെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തുകയാണ്. സാധ്യതാ ലിസ്റ്റിൽ കിടക്കട്ടെ. അടുത്തത് ആങ്കറും മോഡലും ഒക്കെ ആയിട്ടുള്ള ലക്ഷ്മി നക്ഷത്രയാണ്. മുൻ സീസണുകളിലും ലക്ഷ്മി നക്ഷത്രയ്ക്ക് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് കോൾ എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ലഭിച്ചിരുന്നു. എന്നാൽ ഈ ഒരു സീസണിൽ സാധ്യതകൾ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ പോലും നിലവിൽ നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്മി നക്ഷത്രയുടെ പേരും. അടുത്തതൊരു മലയാളി പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ ചെന്നൈ സെറ്റിൽഡ് ആയിട്ടുള്ള സിംഗർ ആയിട്ടുള്ള ടെലിവിഷൻ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ശിവാംഗി കൃഷ്ണകുമാറാണ്. ഈ അടുത്തായിട്ട് പല മലയാളം ഓൺലൈൻ മീഡിയകളിലും ശിവാംഗിയുടെ ഇന്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം സോഷ്യൽ മീഡിയകളിൽ റീച്ച് ആണ്. സോ ഈ ഒരു സീസണിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ശിവാംഗിക്ക് നല്ല രീതിയിലുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഒരു തമിഴ് മലയാളി കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് മലയാള സീസൺ 8 കഴിഞ്ഞ ഒരു സീസണിൽ അവസാന സമയത്ത് അവരുടെ ഒരു പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടായിരുന്നു. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം ശിവാംഗി ഈ ഒരു സീസണിലേക്ക് എത്തുമോ ഇല്ലയോ എന്നൊക്കെ. അടുത്തത് പറയാൻ പോകുന്നത് ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആണ്. കഴിഞ്ഞ സീസണിൽ അവസാന സമയം വരെയും ആളുടെ പേര് കേട്ടിരുന്നു ബിഗ് ബോസിലേക്ക് ഉണ്ടാകുമെന്നൊക്കെ. എന്നാൽ ആ ഒരു സീസണിൽ അവസാന സമയത്താണ് ആള് തള്ളിപ്പോയത്. എനിവേസ് ഈ ഒരു സീസണിൽ നമ്മുടെ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആയിട്ടുള്ള ദീപക് മോഹൻ ഒരു അവസരം കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അടുത്തത് ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു അടുത്തായിട്ട് ഓട്ടോയിൽ കയറി റീച്ച് നേടിയെടുക്കാൻ ശ്രമിച്ച, സോഷ്യൽ മീഡിയയിൽ കോൺട്രവേഴ്സികൾ ക്രിയേറ്റ് ചെയ്ത് റീച്ചിലേക്ക് എത്താൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അതിന്റെ ഒരു ഭാഗമായിട്ട് തൻ്റെതായിട്ടുള്ള ഒരു ശ്രമം നടത്തി നോക്കി അടപടലം ചീറ്റിപ്പോയ ഒരു വ്യക്തിയാണ്. മൊത്തത്തിൽ സോഷ്യൽ മീഡിയയിൽ ആളെ അങ്ങോട്ട് എയറിലേക്ക് കയറ്റിയിരിക്കുകയാണ് കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള നമ്മുടെ ഫസ്മീന സക്കീർ. സോ ഈ ഒരു ബിഗ് ബോസ് മലയാളത്തിലേക്ക് ആൾക്കൊരു കോളെത്താനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നടത്തിയ ഒരു പ്രയത്നങ്ങളൊക്കെ ആവാം. സോഷ്യൽ മീഡിയയിൽ ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ഒരു ഹൈപ്പിലൊക്കെ ബിഗ് ബോസിൽ നിന്ന് വിളിക്കുമെന്നൊക്കെ കരുതി ആവാം. അതുപോലെ തന്നെ മറ്റൊരു കണ്ടന്റ് ക്രിയേറ്റർ, ലൈവ് സ്ട്രീമർ ഒക്കെ ആയിട്ടുള്ള തൊപ്പിയുമായി ബന്ധപ്പെടുത്തി പല കോൺട്രവേഴ്സികളും സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട്. സോ നമുക്ക് നോക്കാം ബിഗ് ബോസിലേക്ക് കാണുമോ ഇല്ലയോ എന്നൊക്കെ. അടുത്തത് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഹൈപ്പിൽ നിൽക്കുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ, മോഡലൊക്കെ ആയിട്ടുള്ള തുമ്പി എന്നറിയപ്പെടുന്ന ഷിംനയാണ്. ഈ ഒരു അടുത്തായിട്ട് അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ മോഡലിങ്ങും അല്ലെന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള കണ്ടന്റ് ക്രിയേഷനും ഒക്കെ ആയി ബന്ധപ്പെട്ട് പല രീതിയിൽ സോഷ്യൽ മീഡിയ കോൺട്രവേഴ്സികളിലൊക്കെ വരുന്ന ഒരു വ്യക്തി കൂടിയാണ് തുമ്പി എന്ന് പറയുന്ന ഷിംന. സോ ഈ ഒരു ബിഗ് ബോസ് മലയാള സീസൺ 8 തുമ്പിക്കൊരു സാധ്യതകൾ കാണുന്നുണ്ട്. എനിവേസ് നമുക്ക് നോക്കാം. അടുത്തത് നമ്മുടെ യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ശരത് ടോക്കിലെ ശരത് ജോയി ആണ്. കഴിഞ്ഞ ഒരു സീസണിലും ശരത്തിന്റെ പേര് നമ്മൾ പറയുന്നുണ്ടായിരുന്നു. ട്രഡീഷണൽ ലിസ്റ്റുകളിലൊക്കെ സീസണിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടാകുമെന്ന്. ഈ ഒരു സീസണിലെങ്കിലും ശരത്തിന് ബിഗ് ബോസിൽ ഒരു അവസരം കൊടുക്കട്ടെ, നമുക്ക് നോക്കാം. അടുത്തത് കഴിഞ്ഞ സീസണിലും പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ പേരാണ് മ്യൂസീഷ്യൻ ആയിട്ടുള്ള അക്ബർ ഖാൻ. കഴിഞ്ഞ ഒരു സീസണിൽ വന്നതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളത്തിലേക്ക് ഒരു ഗായകൻ എത്താനുള്ള സാധ്യതകളുണ്ട്. മറ്റാരുമല്ല, ഇഷാൻ ദേവാണ്. കഴിഞ്ഞ സീസണിലും പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഇഷാന്റെ പേരുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ സീസണിൽ അക്ബർ ഖാനാണ് അവസരം കിട്ടിയത്. സോ ബിഗ് ബോസ് മലയാളം സീസൺ 8 ഇഷാൻ ദേവിനൊരു അവസരം കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഓണ്ടർപ്രണർ ഒക്കെ ആയിട്ടുള്ള ഫാഷൻ മേഖലയിൽ നിന്നും
അബിൽ ദേവ് ആണ്. അപ്പൊ കഴിഞ്ഞ സീസണിൽ അബിൽ ദേവിന്റെ പേര് അവിടെ ഇവിടെയൊക്കെ പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു സീസണിൽ അങ്ങനെ അധികം കേൾക്കുന്നില്ല. എന്നാൽ പോലും നമ്മുടെ ഫാഷൻ മേഖലയിൽ നിന്നും അല്ലെങ്കിൽ ഓണ്ടർപ്രണർ കാറ്റഗറിയിൽ ബിഗ് ബോസിലേക്ക് വരാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. നോക്കാം എന്താണെങ്കിലും ബിഗ് ബോസ് വിളിക്കുകയോ ഇല്ലയോ എന്നൊക്കെ. നെക്സ്റ്റ് ട്രാൻസ് വുമൺ ആയിട്ടുള്ള അമയ പ്രസാദ് ആണ്. കഴിഞ്ഞ സീസണുകളിലും അതിന് മുന്നിലത്തെ സീസണുകളിലും LGBTQ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഒരു പാർട്ടിസിപ്പന്റ് ആയിട്ട് അമയുടെ പേര് കേൾക്കുന്നുണ്ടായിരുന്നു. TV സീരിയൽ ആർട്ടിസ്റ്റ് കൂടിയാണ് അമയ. നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്ക് അമയ്ക്ക് ഒരു അവസരം കിട്ടുമോ എന്ന്. അടുത്തത് ഒരു യങ് ആക്ടർ മോഡലൊക്കെ ആയിട്ടുള്ള ഫിറ്റ്നസ് മേഖലയിൽ നിന്നും വ്യാസൻ. കഴിഞ്ഞ സീസണിലും നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റിൽ വ്യാസന്റെ പേര് പറയുന്നുണ്ടായിരുന്നു. സോ ഈ ഒരു സീസണിലും വ്യാസന്റെ പേര് പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണ്. അടുത്ത് പറയാൻ പോകുന്നത് എല്ലാ സീസണിലും നമുക്ക് LGBTQ കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ അവരെ റെപ്രസെന്റ് ചെയ്ത് ആളുകൾ ബിഗ് ബോസിലുണ്ടാകും. അതുപോലെ തന്നെ അവർക്കെതിരെ നിൽക്കുന്ന ആളുകളും ബിഗ് ബോസിലുണ്ടാകും. അങ്ങനെ ഒരു ആളെന്ന് പറയാൻ സാധിക്കില്ല. എന്നാൽ പോലും മെൻ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള അജു ജേക്കബിന്റെ പേരാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ ഒരു സീസണിൽ നമ്മൾ 1-2 പ്രഡിക്ഷൻ ലിസ്റ്റിൽ അജുവിന്റെ പേര് പറഞ്ഞിരുന്നു, സാധ്യത കണ്ടേക്കാം എന്നൊക്കെ പറഞ്ഞ്. സോ ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്കും അജുവിന്റെ പേര് നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണ്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഫിറ്റ്നസ് ട്രെയിനർ ആയിട്ടുള്ള മുബീനയുടെ പേരാണ്. കഴിഞ്ഞ സീസണിൽ നമ്മൾ 1-2 പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ മുബീനയുടെ പേര് ഉൾപ്പെടുത്തിയിരുന്നു. അത്യാവശ്യം അവാർഡുകളൊക്കെ ഫിറ്റ്നസ് മേഖലയിൽ നിന്ന് നേടിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് മുബീന. സോ ബിഗ് ബോസ് മലയാളം സീസൺ 8ൽ നിന്ന് ഒരു കോൾ എത്തിയേക്കാം, സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കത്തില്ല. സോ ഈ ഒരു 15 പേരുകളാണ് നമ്മൾ ഈ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ നിന്ന് ആരൊക്കെ ബിഗ് ബോസ് മലയാളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നന്നാകും, ആരൊക്കെ വരണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം, കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ ബിഗ് ബോസ് അഗ്നിപരീക്ഷയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളൊക്കെ ഉടനെ എത്തിക്കുന്നതായിരിക്കും. അഗ്നിപരീക്ഷയുമായി ബന്ധപ്പെട്ട് അവർക്ക് ഓഡീഷൻ കോളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. ഈ വരുന്ന ജൂലൈ അവസാനത്തോടെ ആഗസ്റ്റ് ഒക്കെ ആയിട്ട് നടത്തുമെന്ന് കേൾക്കുന്നുണ്ട്. അപ്പം ബിഗ് ബോസിന്റെ ഈ ഒരു ഗ്രാൻഡ് ലോഞ്ചുമായി ബന്ധപ്പെട്ട് ചെറിയ കൺഫ്യൂഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഓഗസ്റ്റ് മിഡിലാണ് ഗ്രാൻഡ് ലോഞ്ച് നടക്കുന്നത് എങ്കിൽ ജൂലൈയിൽ തന്നെ ഈ പറയുന്ന അഗ്നിപരീക്ഷ പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ നടക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഓഗസ്റ്റിലേക്ക് അഗ്നിപരീക്ഷ വരികയും പിന്നെ സെപ്റ്റംബർ ഒക്ടോബറിലേക്കൊക്കെ ചിലപ്പോൾ ബിഗ് ബോസിന്റെ സീസൺ തള്ളിപ്പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഒന്നും ഉറപ്പിക്കാൻ പറ്റത്തില്ല. മാക്സിമം ഈ ഒരു അഗ്നിപരീക്ഷയിലേക്കുള്ള ഓഡീഷൻ കോളും കാര്യങ്ങളും ഒക്കെ സ്ലോലി അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അപ്പം മെയിൻ കണ്ടസ്റ്റൻസിനെയൊക്കെ ഒരു സൈഡിൽ അവർ ഓഡീഷൻ ചെയ്യുന്നുണ്ടെന്നും കേൾക്കുന്നുണ്ട്. നോക്കാം എന്താണെങ്കിലും അതിന്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ എത്തുന്നതിനനുസരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പം കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.